നമസ്കാരം. റഷ്യ ഒഴികെ ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യക്കും പരസ്പര ചുങ്കം ചുമത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയ്ക്കും ജപ്പാനും കാനഡയ്ക്കുമൊപ്പം ഇതേ ചുങ്കം തന്നെയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. എങ്ങനെ ഈ അധിക ചുങ്കം ഇന്ത്യയെ ദോഷകരമായി ബാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും. അമേരിക്കയുടെ പരസ്പര ചുങ്കം ഇന്ത്യക്ക് എങ്ങനെ പ്രയോജനകരമാകുമെന്നാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ 26% പരസ്പര താരിഫുകളുടെ അഭൂതകരമായ ഗുണഭോക്താവായി ഇന്ത്യ ഉയർന്നു വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ട്രംപ് പണി തരാൻ വേണ്ടി ചെയ്ത കാര്യം ഇന്ത്യക്ക് നല്ലതായി ഭവിക്കുന്നുവെന്ന് സാരം. തീരുവ കൂട്ടുന്നത് എങ്ങനെയാണ് ഇന്ത്യക്ക് നല്ലതായി മാറുന്നതെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ട്രംപിന്റെ തീരുവ കാരണം ശക്തിപ്പെടും. ചൈന, വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് താരിഫ് വളരെ കൂടുതലാണ്. ഇത് ഇന്ത്യയെ തുണിത്തരങ്ങൾ, തൂകൽ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ ആകർഷകമായ ഉറവിട കേന്ദ്രമാക്കി മാറ്റുന്നു. ആഗോളമായി തുണിത്തരങ്ങൾ വാങ്ങുന്നവർ തുടക്കത്തിൽ ചെലവുകൾ വീണ്ടും കണക്കാക്കുന്നതിനായി ഓർഡറുകൾ താൽക്കാലികമായി നിർത്തിവെച്ചേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യ വിപണി വിഹിതം പിടിച്ചെടുക്കുമെന്നാണ് റിപ്പോർട്ട്. യുഎസുമായി നിലവിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഗണ്യമായി കുറയ്ക്കും. പല ഉൽപ്പന്നങ്ങളുടെയും താരിഫ് 0-ലേക്ക് താഴും. ഇത് മറ്റ് രാജ്യങ്ങളെക്കാൾ നമുക്ക് ഗണ്യമായ മുൻതൂക്കം നൽകും. ആഗോള വ്യാപാരത്തിൽ താരിഫുകൾ ചെലുത്തുന്ന വ്യാപകമായ ആഘാതം മൂലം ഇന്ത്യക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട് സമ്മതിക്കുന്നു. താരിഫ് വ്യത്യാസത്തിൽ നിന്ന് ഇന്ത്യക്ക് നേട്ടമുണ്ടാകുമെങ്കിലും നമ്മൾ ഇപ്പോഴും ആഗോളവൽക്കരിക്കപ്പെട്ട വ്യാപാര ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതിനാൽ ഇന്ത്യക്ക് ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടും. സേവനങ്ങൾ താരിഫുകൾക്ക് വിധേയമല്ല. അതായത് IT സേവനങ്ങൾ താരിഫുകൾക്ക് വിധേയമല്ല. വിസ, കുടിയേറ്റ നയങ്ങളിലായിരിക്കും ITയുടെ യഥാർത്ഥ വെല്ലുവിളി. വ്യാപാര കമ്മി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതോടെ വേഗത്തിലുള്ള നടപടിയുടെ പ്രാധാന്യം റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയുടെ നേതൃത്വത്തിന് നന്ദി. ഞങ്ങൾ ശക്തമായൊരു സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ അവസരം മുതലെടുക്കാൻ നമ്മൾ വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിയറ്റ്നാമിനും കംബോഡിയയ്ക്കും മേൽ ട്രംപ് ഉയർന്ന താരിഫ് ചുമത്തിയതോടെ നൈക്, അഡിഡാസ് തുടങ്ങിയ കമ്പനികളുടെ വിതരണ ശൃംഖലകൾക്ക് ഈ താരിഫ് ആഘാതം സൃഷ്ടിച്ചു. തീർച്ചയായും അവർ കൂടുതൽ ഉത്സാഹഭരിതരാകും. വിയറ്റ്നാമിൽ ഇതിനകം തന്നെ നിലയുറപ്പിച്ച നിരവധി US കമ്പനികളുണ്ട്. എന്നാൽ ഇപ്പോൾ ആ കയറ്റുമതികളും ഈ ഉയർന്ന താരിഫുകൾക്ക് വിധേയമാകുന്നതിനാൽ സ്ഥലം മാറ്റത്തിനും ആഹ്വാനം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും താരിഫ് കാരണം കുറച്ച് നല്ല കാര്യങ്ങൾ ഇന്ത്യക്കുണ്ടായി എന്ന് തന്നെ പറയാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.